Hello students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഡിഗ്രി മാത്സ് മെയിൻ എടുത്ത സ്റ്റുഡൻസ് അതുപോലെ കോംപ്ലിമെന്ററി ആയിട്ട് മാത്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും യൂസ്ഫുൾ ആകുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം. അപ്പം നമ്മൾ ഈ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാനൽ പുതിയതായിട്ട് തുടങ്ങിയപ്പോൾ ഒരുപാട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു റിക്വസ്റ്റ് പറഞ്ഞു. അതായത് അവരുടെ ടോപ്പിക്സ് മാത്സിന്റെ അവരുടെ ടോപ്പിക് ഇവിടെ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ആ റിക്വസ്റ്റ് നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് ഈ ഇടയ്ക്കൊക്കെ ചില ദിവസങ്ങളിൽ നമ്മൾ അവരുടെ ടോപ്പിക് കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ആ ടോപ്പിക് കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ +1 +2 പഠിക്കുന്ന കൂട്ടുകാരിലേക്കും കൂടെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. പിന്നെ ചാനലിന്റെ പേരും നമ്മൾ അതാണ് ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. UG/PG മാത്സ് വേൾഡ് എന്നത് ചേഞ്ച് ചെയ്തിട്ട് HSC UG/PG മാത്സ് വേൾഡ് എന്നാക്കി. അതായത് ഹയർ സെക്കൻഡറി ഇവിടെ നമ്മൾ പറയുന്ന കാരണം HSC UG/PG മാത്സ് വേൾഡ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം. ഇൻഡിറ്റർമിനേറ്റ് ഫോം. അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് ദ ഫോം 0/0, ∞/∞, 0 × ∞, ∞−∞, 0/∞, ∞, 1/∞. അതായത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് എടുത്തു കഴിയുമ്പോൾ 0/0 വരികയോ അല്ലെങ്കിൽ ∞/∞ വരികയോ 0 × ∞ വരികയോ ∞−∞ അല്ലെ 0/∞, ∞/0, 1/∞, ഇതിൽ ഏതെങ്കിലും ഫോം വരികയാണെങ്കിൽ ആ ഫോമിൽ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം. നമ്മൾ ലിമിറ്റ് നേരത്തെ പഠിച്ചിട്ടുള്ള +1 +2 ചിലപ്പോൾ അപ്പം ചെയ്തപ്പോഴൊക്കെ വന്നിട്ടുണ്ടാകാം. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന കേസിൽ എന്ത് ചെയ്യാമെന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. ഇത് ലോപിറ്റാൾസ് റൂൾ എന്നാ വായിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടേ? അപ്പൊ ലോപിറ്റാൾസ് റൂൾ പറയുന്നത് ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x) divided by g(x) reduces to 0/0 or ∞/∞ form, also if f(x) and g(x) are differentiable, then limit extends to a f(x) divided by g(x) equal to limit extends to a f(x) divided by g(x) ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x) ഡിവൈഡ് ബൈ g(x) എന്ന് പറയുന്നത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0/0 ഫോമോ അല്ലെങ്കിൽ ∞/∞ ഫോമോ ആവുകയാണെങ്കിൽ, അതുകൂടാതെ വേറെ കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്, f(x)ഉം g(x)ഉം ഡിഫറൻഷ്യബിളും ആണെങ്കിൽ ലോപിറ്റാൾസ് റൂൾ പറയുന്നത് ഇങ്ങനെ ആവുകയാണെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് പകരം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x) കണ്ടുപിടിക്കുക, g(x) കണ്ടുപിടിക്കുക, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്ന? അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x) ഡിവൈഡ് ബൈ g(x) എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f(x) ഡിവൈഡ് ബൈ g(x) ആണ്. ഇതാണ് ലോപിറ്റാൾസ് റൂൾ പറയുന്നത്. അപ്പം ഇത് മനസ്സിലാകാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x² - 4 ഡിവൈഡഡ് ബൈ x - 2. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2, ലിമിറ്റ് extends to 2 limit extends to 2x² - 4 divided by x - 2. നോക്കിയേ, ഈ ലിമിറ്റ് നോക്കിയേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x² - 4 divided by x - 2. ഈ ലിമിറ്റ് അകത്തോട്ട് കൊടുത്ത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു കൊടുത്തു കഴിയുമ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 2² - 4 divided by 2 - 2, അതായത് 4 - 4 divided by 2 - 2, 0/0 ഫോം അല്ലേ? 0/0 ഫോം വന്നാൽ എന്ത് ചെയ്യണം? അപ്ലൈ ലോപിറ്റാൾസ് റൂൾ. ലോപിറ്റാൾസ് റൂൾ നമ്മൾ എന്ത് ചെയ്യണം? റൂള് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്ന ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x² - 4
ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടുവിനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതൊരു ഫംഗ്ഷൻ, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതൊരു ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ലോപിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഡാഷ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 4ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്. പറയുന്നത് മനസ്സിലാകണ്ട. ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടുവിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x which is equal to 4. ക്ലിയർ ആയോ? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 0/0 ഫോം ആയി പോകും. അതുകൊണ്ട് ഇതിനെ എഫ് ഓഫ് എക്സ് എന്ന് കരുതി, ഇതിനെ ജി ഓഫ് എക്സ് എന്ന് കരുതി. എന്നിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു. എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് എടുത്തു. അതേപോലെ തന്നെ എക്സ് മൈനസ് 2 അല്ലെ ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് എക്സ് എടുത്തു. എക്സ് സ്ക്വയർ മൈനസ് 4ന്റെ ഡെറിവേറ്റീവ് 2x ആണ്. എക്സ് മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x ഡിവൈഡ് ബൈ 1 എന്ന് പറയുന്നത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 × 2 4 ആയി മാറി. ഇതല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? +1 +2 ലിമിറ്റിന്റെ പാഠത്തിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സ്ക്വയർ മൈനസ് 4 എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതാം. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. നോക്കിക്കോ, എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 which is equal to limit x tends to 2 x minus 2 into x plus 2. ഓക്കെ ആണോ? അതായത് a minus b into a plus b എന്ന് എഴുതി. ലിമിറ്റ് x minus 2 ഇത് രണ്ടാണ് ക്യാൻസൽ ആയി പോയി. ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ which is equal to 4. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇത് നമ്മൾ +1 +2 പഠിച്ചൊരു കാര്യം തന്നെയാണ്. അതിന് പകരം നമ്മൾ ലോപിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്യുന്നതും കാണിച്ചു തന്നു. മനസ്സിലായോ ഞാൻ പറഞ്ഞ? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തപ്പോൾ 0/0 ഫോം വന്നു. അതുകൊണ്ട് ലോപിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്തു. ലോപിറ്റാൽസ് റൂൾ പറയുന്നത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് 0/0 ഫോം വന്നാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഡാഷ് എക്സ് ഡിവൈഡ് ബൈ ജി ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് വേണം ലിമിറ്റ് കൊടുക്കാൻ. അതാണ് കൊടുത്തത്. അപ്പൊ നമുക്ക് 4 എന്ന് കിട്ടി. ഇതൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡും കാണിച്ചു തന്നു. ക്വസ്റ്റ്യൻ പറഞ്ഞ മനസ്സിലായോ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കോ ഫൈൻഡ് ലിമിറ്റ് x tends to 0 sin 2x divided by x. sin 2x divided by x. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പൊ നമുക്ക് അത് ചെയ്തു നോക്കാം. ലിമിറ്റ് x tends to 0. ആ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ്. ലിമിറ്റ് x tends to 0 sin 2x divided by x. നോക്കിയേ, ഡയറക്റ്റ് ഒന്ന് ലിമിറ്റ് കൊടുത്തു നോക്കിയേ. ലിമിറ്റ് x tends to 0 അത് കൊടുത്തു കഴിയുമ്പോൾ sin 2 × 0 ഡിവൈഡ് ബൈ 0 sin 2 × 0 sin 0 ആയി മാറും. sin 0 ഡിവൈഡ് ബൈ 0 sin 0 എന്ന് പറയുന്നത് 0 ആണ് ഡിവൈഡ് ബൈ 0. അപ്പോൾ 0/0 ഫോം. അഗൈൻ 0/0 ഫോം ആണ് ഈ ക്വസ്റ്റ്യനിലും വരുന്നത്. അങ്ങനെ 0/0 ഫോം വന്നാൽ എന്ത് ഉപയോഗിക്കാം? നമ്മൾ എന്താണ് ഉപയോഗിക്കാൻ പോകുന്നത്? അപ്ലൈയിങ് ലോപിറ്റാൽസ് റൂൾ ഉപയോഗിക്കാം. അതായത് ലിമിറ്റ് x tends to 0 sin 2x divided by x which is equal to limit x tends to 0 sin 2x ന്റെ ഡെറിവേറ്റീവ് 2 cos 2x divided by x ന്റെ ഡെറിവേറ്റീവ് 1 is equal to ലിമിറ്റ് അകത്തോട്ട് കൊടുത്താൽ 2 cos 0 divided by 1 2 into 1 cos 0 1 ആണ്. 2 into 1 which is equal to 2. ആൻസർ എത്ര കിട്ടി? 2 കിട്ടി. ഇതിന് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട്. ഞാനത് പറയുന്നില്ല, നിങ്ങൾ പഠിച്ചിട്ടുള്ള. വേറെ ഒന്നുമല്ല, മേളിലും താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മേളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 sin 2x divided by 2x എന്ന് വരും.
അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by x എന്ന് പറയുന്ന 1 ആണ് ഒരു ഇക്വേഷൻ നിങ്ങൾ പണ്ട് പഠിച്ചതാണ്. അത് വെച്ച് നമുക്ക് 2 നെ പുറത്തെടുക്കാൻ ബാക്കി ലിമിറ്റ് sin 2x by 2x എന്ന് പറയുന്ന 1 ആവും, ബാക്കി 2 കിട്ടും. അങ്ങനെയാണ് നിങ്ങൾ +1 +2 പഠിച്ചത്. നമ്മൾ ഇവിടെ ലോപിറ്റാൽസ് റൂൾ പഠിച്ചു. ലോപിറ്റാൽസ് റൂൾ വഴി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതായത് ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin 2x by x. അതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കി. ഫസ്റ്റ് ഡയറക്റ്റ് ലിമിറ്റ് ഇട്ട് കൊടുത്ത് 0 ഇട്ട് കൊടുത്തപ്പോൾ 0/0 ഫോം ആണ് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ലോപിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്തു. ലോപിറ്റാൽസ് റൂൾ അനുസരിച്ച് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin 2x by x എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 cos 2x divided by 1 എന്ന് കിട്ടി. അതിനകത്തോട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 കിട്ടി. മനസ്സിലായോ? അപ്പൊ 0/0 ഫോം വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായോ? ക്വസ്റ്റ്യൻ പലവട്ടം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് വേറൊരു മോഡലിലോട്ട് പോവാം. Evaluate limit x tends to plus infinity x by e raised to x. Okay, limit x tends to plus infinity x by e raised to x. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആവുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതാം. ലിമിറ്റ് x tends to plus infinity x by e raised to x. നമ്മൾ ഈ പ്ലസ് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നത് എന്താന്ന് നോക്കിയാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് ബൈ ഇ റേസ് ടു എക്സിനകത്തോട്ട് പ്ലസ് ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി, അതായത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വന്നു. അപ്പൊ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വന്നാൽ നമ്മൾ പഠിച്ച തിയറം, ഫസ്റ്റ് പഠിച്ച തിയറം അനുസരിച്ച് എന്ത് അപ്ലൈ ചെയ്യാം? അപ്ലൈയിങ് ലോപിറ്റാൽസ് റൂൾ. ലോപിറ്റാൽസ് റൂൾ ആണ്. ലോപിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്ലസ് ഇൻഫിനിറ്റി എക്സ് ബൈ ഇ റേസ് ടു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. ക്ലിയർ ആവുന്നുണ്ട്? ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0 കിട്ടും. 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി സോൾവ് ചെയ്ത് വരുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി അത് 0 ആയിട്ട് വരും. ക്ലിയർ ആയോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഈ ചെയ്തത്. അതായത് നമ്മൾ ആദ്യമേ 0/0 ഫോം വരുന്നത് ചെയ്തു, അതിനുശേഷം ഇപ്പൊ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരുന്നത് ചെയ്തു. മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പറയാം, അത് വേറൊരു ഫോമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് evaluate limit x tends to pi by 4, limit x tends to pi by 4 1 minus tan x into sec 2x. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ലിമിറ്റ് x tends to pi by 4 1 minus tan x into sec 2x. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ താഴെ എടുത്ത് കറക്റ്റ് ആയിട്ട് എഴുതാം. ലിമിറ്റ് x tends to pi by 4 1 minus tan x into sec 2x. ഇത് നമുക്ക് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ which is equal to 1 minus tan pi by 4 into sec 2 into pi by 4 വരുമ്പോൾ ബാക്കി എന്തുണ്ട്? pi by 2 ആവും. ക്ലിയർ ആയോ? 2 into pi by 4, ആ 2 ന്റെ ഈ 4 ക്യാൻസൽ ആയി പോയി sec pi by 2 അതങ്ങനെ വരും. അപ്പൊ 1 minus tan pi by 4 എന്ന് വെച്ചാൽ 1 minus 1 into sec pi by 2 ഇൻഫിനിറ്റി 1 minus 1 0 0 into ഇൻഫിനിറ്റി ഫോം. ക്ലിയർ ആയോ? 0 into ഇൻഫിനിറ്റി ഫോം വന്നാൽ എന്ത് ഉപയോഗിക്കാം? ലോപിറ്റാൽസ് റൂൾ. പക്ഷേ നമുക്ക് എങ്ങനെ ആക്കണം? 0/0 ഫോമോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമോ ആക്കണം. നമ്മുടെ ലോപിറ്റാൽസ് റൂൾ അനുസരിച്ച് ലിമിറ്റ് x tends to pi by 4 1 minus tan x into sec 2x equal to limit x tends to pi by 4 1 minus
tan x divided by 1 by sec 2x എന്ന് എഴുതാവോ? അതായത് പൈ ബൈ 4 കൊടുത്തു കഴിയുമ്പോൾ എന്താവും? 1 മൈനസ് 1 0 ആവും. ഇത് 1 ബൈ സീക് 2 ഇൻറ്റു പൈ ബൈ 4, അതായത് സീക് പൈ ബൈ 2 ആവും. സീക് പൈ ബൈ 2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. 1 ബൈ ഇൻഫിനിറ്റി 0, അതായത് 0 ബൈ 0 ഫോം ആയി. 0 ബൈ 0 ഫോം ആയാൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ലോപിറ്റാൾസ് റൂൾ അപ്ലൈ ചെയ്യാം. ലോപിറ്റാൾസ് റൂൾ അനുസരിച്ച് ലിമിറ്റ് x ടെൻഡ്സ് ടു പൈ ബൈ 4 1 മൈനസ് tan x ന്റെ ഡെറിവേറ്റീവ് 1 ന്റെ ഡെറിവേറ്റീവ് 0 0 മൈനസ് tan x ന്റെ ഡെറിവേറ്റീവ് sec സ്ക്വയർ x. ക്ലിയർ ആയോ? ഡിവൈഡഡ് ബൈ 1 ബൈ sec 2x നെ നമുക്ക് cos 2x എന്ന് എഴുതാം. ആ cos 2x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 2 sin 2x. ക്ലിയർ ആയോ? അതായത് 1 ബൈ sec 2x നെ cos 2x എന്ന് എഴുതാം. cos 2x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് sin 2x. അതിന് ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മൈനസ് സീക് ഈ മൈനസ് കൂടെ ക്യാൻസൽ ആയി കളയാം. ബാക്കി sec സ്ക്വയർ പൈ ബൈ 4 ഡിവൈഡഡ് ബൈ 2 sin പൈ ബൈ 2. sin പൈ ബൈ 2 എന്ന് പറയുന്നത് 1 ആണ്. sec സ്ക്വയർ പൈ ബൈ 4 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 2 into 1 which is equal to 1. ആൻസർ എത്ര കിട്ടി? ആൻസർ നമുക്ക് എത്ര കിട്ടി? 1 കിട്ടി. നോക്കിക്കേ, ഒന്നുകൂടെ നോക്കിക്കേ, ഞാൻ ഒന്നുകൂടെ പറയാം. ലിമിറ്റ് x ടെൻഡ്സ് ടു പൈ ബൈ 4 1 മൈനസ് tan x into sec 2x. എങ്ങനെ സോൾവ് ചെയ്യാം? നമ്മൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും 0 into ഇൻഫിനിറ്റി ഫോം ആണ്. 0 into ഇൻഫിനിറ്റി ഫോം ആണെങ്കിൽ ലോപിറ്റാൾസ് റൂളിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് 0 ബൈ 0 ഫോം അല്ലെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലോട്ട് മാറ്റി. അതിനുശേഷം നമ്മൾ f of x ന്റെയും g of x ന്റെയും ഡെറിവേറ്റീവ് എടുത്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു. ആൻസർ എത്ര കിട്ടി? 1 കിട്ടി. മനസ്സിലായി പറഞ്ഞ കാര്യം? അപ്പൊ നമ്മൾ ആദ്യമേ 0 ബൈ 0 ഫോം വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തു, അടുത്ത ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തു, ഇപ്പോൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം വരുന്ന ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി അടുത്തൊരു മോഡലോട് നമുക്ക് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചെയ്യിക്കുന്നത്. അപ്പൊ കുറഞ്ഞത് ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് 1 by x മൈനസ് 1 by sin x. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തെഴുതാം. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അതുപോലെയാണ് ചെയ്യുന്നത്. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് 1 by x minus 1 by sin x which is equal to, okay, limit apply ചെയ്താൽ 1 by 0 minus 1 by sin 0. clear ആയോ? which is equal to infinity minus infinity form. ഏത് രീതി വന്ന് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം ആയി. ക്ലിയർ ആവുന്നുണ്ടേ? അപ്പൊ നമ്മൾ ഇത് സോൾവ് ചെയ്യണം. ലോപിറ്റാൾസ് റൂൾ ഉപയോഗിക്കണം. അപ്പൊ അതിനു മുമ്പേ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യണം. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ്, ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയിരിക്കുകയാണ്, 1 by x മൈനസ് 1 by sin x which is equal to ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് ഇതിനെ ക്രോസ് ചെയ്തു which is equal to sin x മൈനസ് x ഡിവൈഡഡ് ബൈ x sin x. നോക്കിക്കേ, ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. sin 0 0 മൈനസ് 0, അത് 0 മൈനസ് 0 0, മേളിൽ 0 കിട്ടി. അടുത്ത താഴെ 0 ഇൻറ്റു സൈൻ 0, അപ്പൊ 0 താഴെ വന്നത്, അതായത് 0 ബൈ 0 ഫോം. 0 ബൈ 0 ഫോം വന്നാൽ ലോപിറ്റാൾസ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്ലൈ ലോപിറ്റാൾസ് റൂൾ. ക്ലിയർ ആണെന്നുണ്ടേ പറയുന്ന? അപ്പൊ നമുക്ക് ലോപിറ്റാൾസ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് sin x ന്റെ ഡെറിവേറ്റീവ് cos x മൈനസ് x ന്റെ ഡെറിവേറ്റീവ് 1. ക്ലിയർ ആവുന്നുണ്ടോ? ഡിവൈഡഡ് ബൈ x sin x, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ആണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x ഇൻറ്റു cos x പ്ലസ് sin x ഇൻറ്റു x ന്റെ ഡെറിവേറ്റീവ് 1 ആവും. നോക്കിക്കേ, ഇതിനകത്ത് നമ്മളൊന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് വെറുതെ നോക്കാം. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ്, അപ്പൊ 0 പ്ലസ് 0 കൊടുത്ത് കഴിയുമ്പോൾ cos 0 1, അപ്പൊ 1 മൈനസ് 1 മേളിൽ 0 ആയി. താഴെ നോക്കാം, 0 ഇൻറ്റു cos 0 എന്ന് പറയുന്നത് 0 ആയി, പ്ലസ് sin 0 0. അപ്പൊ അവിടെ വീണ്ടും എന്ത് വന്ന്, ഇത് വീണ്ടും എന്ത് വന്ന് 0 ബൈ 0 ഫോം വന്നില്ലേ? 0 ബൈ 0 ഫോം. 0 ബൈ 0 ഫോം വന്നാൽ എന്ത് ചെയ്യണം? അപ്ലൈ
L'Hopital's rule. Again, അതായത് വീണ്ടും നമ്മൾ L'Hopital's rule അപ്ലൈ ചെയ്യണം. L'Hopital's rule വീണ്ടും ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് x tends to 0 plus cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് മൈനസ് 1 അത് കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ആയിട്ട് 0 ആയി പോയി. ബാക്കി എക്സ് കോസ് എക്സ് നോക്കിയേ, എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ആണ്, ഒരു മൈനസ് ഉണ്ട്, പ്ലസ് cos x into x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് sin x ന്റെ ഡെറിവേറ്റീവ് cos x. ക്ലിയർ ആണോ? നോക്കിയേ, ലിമിറ്റ് x tends to 0 പ്ലസ് ലിമിറ്റ് അകത്തോട്ട് കൊടുത്തുകഴിയുമ്പോൾ sin 0 0 മേളിൽ 0 വരും, താഴെ ഇത് 0 ആയി പോകും. ബാക്കി ഇത് രണ്ടോടെ ചേർത്ത് കഴിയുമ്പോൾ cos 0 1 ആണ്, 1 plus 1 2 which is equal to 0 ആണ് ആൻസർ. ക്ലിയർ ആയോ? 0/2 ആയതുകൊണ്ട് 0 ആണ് ആൻസർ. അവിടെ 0/0 ഫോം അല്ല വന്നത്. അതായത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേ, ഇവാലുവേറ്റ് ലിമിറ്റ് x tends to 0 പ്ലസ് 1/x മൈനസ് 1/sin x. അപ്പൊ അതിനെ നമ്മൾ ചെയ്തു വന്നപ്പോൾ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം, അതൊരു പുതിയ ഫോമാണ്. നമ്മൾ ആദ്യമേ ചെയ്തപ്പോൾ 0/0 ഫോം കിട്ടി. അതിനുശേഷം ചെയ്ത ക്വസ്റ്റ്യനിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി കിട്ടി. അതിനുശേഷം ചെയ്തത് 0 into ഇൻഫിനിറ്റി കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമിൽ വന്ന ക്വസ്റ്റ്യൻ റീഅറേഞ്ച് ചെയ്തു. അപ്പോൾ 0/0 ഫോം ആയി. L'Hopital's rule അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ, അതായത് അപ്പോൾ കിട്ടിയതിനകത്തും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ 0/0 ഫോം ആയി. അങ്ങനെ നമ്മൾ വീണ്ടും L'Hopital's rule അപ്ലൈ ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ എത്തിയത്. ഇത് സോൾവ് ചെയ്തപ്പോൾ 0 കിട്ടി. പറഞ്ഞ കാര്യം മനസ്സിലായോ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് L'Hopital's rule. അപ്പൊ L'Hopital's rule എന്താ? ഇൻഡെറ്റർമിനേറ്റ് ഫോം എന്താ? അതിൽ വരുന്ന കേസുകൾ, അതായത് 0/0, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, 0 into ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി, മിക്ക കേസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഡൗട്ടുള്ള ടോപ്പിക്സ്, എക്സാം അടുത്ത് വരികയാണ്, ഡൗട്ടുള്ള ടോപ്പിക്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ +1+2 ചാനൽ, അതായത് +1+2 ടോപ്പിക്സ് കൂടെ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടോപ്പിക്സ് കുറയില്ല, നിങ്ങളുടെ ടോപ്പിക്സ് കറക്റ്റ് ആയിട്ട് എടുക്കും. നിങ്ങൾ ഡൗട്ടുള്ള ടോപ്പിക്സ് പറയുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ എഴുതുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ചാനൽ ഷെയർ ചെയ്യുക. താങ്ക് യു.